നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള പുനർനിയമനം വൈകുന്നു. ടി പി സെൻകുമാർ സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ ഹർജി സമർപ്പിച്ചു. നിയമനം വൈകിപ്പിക്കാൻ ചീഫ് സെക്രട്ടറി ശ്രമിക്കുമെന്ന് സെൻകുമാർ. കാലാവധി നീട്ടി നൽകണമെന്നും ആവശ്യം. എജിയുടെ നിയമോപദേശത്തിനായി കാത്തിരിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ. മൂന്നാറിൽ നിരാഹാര സമരം നടത്തിയിരുന്ന പൊമ്പിളെ ഒരുമ പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് നീക്കി. ആശുപത്രിയിൽ ചികിത്സ നിരസിച്ച സമരക്കാർ വീണ്ടും നിരാഹാര പന്തലിലേക്ക്. വിവാദ പ്രസംഗത്തിൽ നിലപാട് വ്യക്തമാക്കി എം എം മണി. വനിതാ സഹപ്രവർത്തകർ തന്നെ വിമർശിച്ചത് മര്യാദയായില്ല. ഇടുക്കി രാമക്കൽമേട്ടിൽ സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു. ജയലളിതയുടെ കോടനാട് എസ്റ്റേറ്റിലെ മോഷണത്തിൽ ദുരൂഹതയേറ്റി മരണങ്ങൾ. കേസിലെ ഒന്നാം പ്രതി സേലത്ത് മരിച്ചു. രണ്ടാം പ്രതിക്ക് വാഹനാപകടത്തിൽ ഗുരുതര പരിക്ക്. ഭാര്യയും മകളും മരിച്ച നിലയിൽ. എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്ന് വിലപിടിച്ച രേഖകൾ മോഷണം പോയി. 8 പേർ അറസ്റ്റ്. കെ സി വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറിയാകും. PC വിഷ്ണുനാഥ് AICC സെക്രട്ടറി. ഇരുവർക്കും കർണാടകത്തിന്റെ ചുമതല. ദിഗ്വിജയ് സിംഗിനെ ഗോവയുടെ ചുമതലയിൽ നിന്നും നീക്കി. തൃശൂർ പൂരത്തിന് കൊടിയേറി. പരമ്പരാഗത വെടിക്കെട്ടിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് ആഘോഷങ്ങളില്ലാതെ പാറമേക്കാവിന്റെ കൊടിയേറ്റം. പ്രധാന പൂരം അടുത്ത മാസം 5-ന്. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. സംസ്ഥാന പോലീസ് മേധാവിയായി പുനർനിയമനം നൽകണമെന്ന ഉത്തരവ് നടപ്പിലാക്കാത്തതിനെതിരെ ടി പി സെൻകുമാർ സുപ്രീം കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തു. ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയ്ക്കെതിരെയാണ് കോടതിയലക്ഷ്യ ഹർജി. തന്റെ നിയമനം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നത് നളിനി നെറ്റോ ആണെന്ന് സെൻകുമാർ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നഷ്ടപ്പെട്ട കാലാവധി നീട്ടി നൽകണമെന്നും സെൻകുമാർ ആവശ്യപ്പെട്ടു. സംസ്ഥാന പോലീസ് മേധാവിയായി വീണ്ടും നിയമിക്കാത്തതിനെതിരെ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയെ എതിർകക്ഷിയാക്കിയാണ് സെൻകുമാർ സുപ്രീം കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തത്. തന്നെ വീണ്ടും നിയമിക്കണമെന്നാവശ്യപ്പെട്ട് 24-ാം തീയതി സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് അന്ന് രാവിലെ 11:30 സുപ്രീം കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതാണ്. എന്നാൽ വിധിയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ലഭിച്ചാലേ നടപടി സ്വീകരിക്കുകയുള്ളൂ എന്ന് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. ഇതേ തുടർന്ന് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് 25-ാം തീയതി സംസ്ഥാന സർക്കാരിന് കൈമാറി. എന്നിട്ടും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല. തന്നെ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചത് നളിനി നെറ്റോ ആണ്. അതിനാൽ തന്റെ നിയമനം വൈകിപ്പിക്കാൻ സാധ്യമായതെല്ലാം അവർ ചെയ്യുമെന്നും സെൻകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മെയ് 9-ന് വേനലവധിക്കായി കോടതി അടയ്ക്കും. പിന്നീട് ജൂലൈ 3-ന് മാത്രമേ കോടതി തുറക്കുകയുള്ളൂ. അവധിക്കാലത്ത് കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട്. അതിനാലാണ് പരമാവധി വൈകിപ്പിക്കുന്നത്. സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയ കർണാടകത്തിലെ ചീഫ് സെക്രട്ടറിക്ക് 1 മാസത്തെ തടവ് ശിക്ഷ വിധിച്ച കാര്യം സെൻകുമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നഷ്ടപ്പെട്ട കാലാവധി നീട്ടി നൽകണമെന്നും സെൻകുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബി ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, BJP സംസ്ഥാന സെക്രട്ടറി ശ്രീ VV രാജേഷ്, DYFI സംസ്ഥാന ട്രഷറർ ശ്രീ P ബിജു, ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിൽ നിയമനം നൽകാതിരിക്കുന്നത്, സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ കൂടുതൽ സമയം തേടുന്നത് അല്ലെങ്കിൽ സമയം എടുക്കുന്നത്, ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണം എന്ന് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ? അക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എത്രത്തോളം നീതീകരിക്കപ്പെടുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഉത്തരവ് 2016 ജൂൺ 1-ന് സെൻകുമാറിനെ പദവിയിൽ നിന്ന് നീക്കിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവിനോടൊപ്പമാണ് ലോക്നാഥ് ബെഹ്റയെ DGP ആയി നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ്. അതിനെ തുടർന്ന് പോലീസ് തലപ്പത്താകെ അഴിച്ചുപണിയുണ്ടായി. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് ജേക്കബ് തോമസ് വരുന്നു, അവിടെ ശങ്കർ റെഡ്ഡി നീക്കുന്നു. അങ്ങനെ ആ ഉത്തരവുകളെല്ലാം ചേർന്ന ഒരു നടപടികളാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഈ 24-ന് പുറപ്പെടുവിച്ച ഉത്തരവോടുകൂടി അസാധുവാക്കപ്പെടുന്നത്. സ്വാഭാവികമായും സെൻകുമാറിനെ അവിടേക്ക് പുനർനിയമനം നൽകുന്നു എന്നതുകൊണ്ട് മറ്റു ചില പ്രശ്നങ്ങൾ കൂടി സർക്കാരിന് അഭിമുഖീകരിക്കേണ്ടി വരും. അക്കാര്യത്തിൽ ഒരു വ്യക്തത വേണമെന്ന് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നതിൽ തെറ്റു പറയാനുണ്ടോ? അതിൻ്റെ പേരിൽ എടുക്കുന്ന കാലതാമസത്തെ കോടതിയലക്ഷ്യമായി കണക്കാക്കാൻ കഴിയുമോ? തീർച്ചയായും അത് കോടതിയലക്ഷ്യം തന്നെയാണ്. അഡ്മിനിസ്ട്രേഷണൽ പ്രോബ്ലംസും അതിൻ്റെ ഡിലേയുമെല്ലാം പിന്നീട് വരുന്ന കാര്യങ്ങളാണ്.
ആദ്യമായി തന്നെ സുപ്രീം കോടതിയുടെ ഓർഡറിനെ അനുസരിച്ചുകൊണ്ട് ശ്രീ സെൻകുമാറിനെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് അവരോധിക്കുക. അതിനുശേഷം അപ്പോൾ സ്വാഭാവികമായും മറ്റുള്ള വ്യക്തികളെ എവിടെയെല്ലാം അവരോധിക്കണം എന്നുള്ള ചോദ്യമുണ്ടാവും. അത് അഡ്മിനിസ്ട്രേഷണൽ ഇഷ്യൂ ആണ്. നിയമസഭയ്ക്ക്, മുഖ്യമന്ത്രിക്ക് അവരുടെ സീനിയോറിറ്റി അനുസരിച്ച് കൃത്യമായ രീതിയിൽ ചെയ്യുന്നതിന് പോലീസ് മാനുവലുണ്ട്. പോലീസ് മാനുവൽ അനുസരിച്ച് തരാതരത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. ശ്രീ ബെഹ്റയെ എവിടെ ഇരുത്തണമെന്ന് പറയേണ്ടത് സുപ്രീം കോടതിയല്ല. ശ്രീ ശങ്കർ റെഡ്ഡിയെ മാറ്റിയതിനെക്കുറിച്ച് പറയേണ്ടത് സുപ്രീം കോടതിയല്ല. ഈ കേസിൽ കൃത്യമായി തന്നെ ഡയറക്ഷൻസ് ഉള്ളത് പാലിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. ഇത് ഡിലേ ടാക്ടിക്സാണ്. സെൻകുമാറിനെ അവിടെ ഇരുത്താതിരിക്കുന്നതിന് വേണ്ടി വെറുതെ ലീഗൽ ഉപദേശം വാങ്ങണമെന്ന് പറയുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, അഡ്വക്കേറ്റ് ജനറലുണ്ട്, മുഖ്യമന്ത്രിക്ക് ഉപദേഷ്ടാവുണ്ട്, വലിയ ഒരു ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. പിന്നെ പ്രഗത്ഭനായ വക്കീൽ ഗവൺമെൻറ്റിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായി വാദിച്ചതാണ്. ഇനി എന്ത് നിയമോപദേശമാണ് ആവശ്യം? നാട്ടിലുള്ള നിയമങ്ങളെല്ലാം വെച്ച് നോക്കി കണ്ടുപിടിച്ച് വാദിച്ചിട്ടല്ലേ സുപ്രീം കോടതി അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിർത്തണം എന്ന് വിധിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങളെക്കുറിച്ചുള്ള പരിശോധന കഴിഞ്ഞതാണ്. ഇനി എന്താണ് പുതിയതായിട്ട് അറിയാനുള്ളത്? അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധിയെ അനുസരിക്കണം, ഗവൺമെൻറ് മാതൃക കാണിക്കണം. അക്കാര്യത്തിൽ കോടതിക്ക് ആ ഉത്തരവ് നടപ്പാക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ നടപടികളിൽ പങ്കാളിയാവുകയോ അതിൽ അഭിപ്രായം പറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ വരാം. ശ്രീ പി ബിജു, ഈ ഉത്തരവിൽ എന്ത് അവ്യക്തതയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്? ഉത്തരവ് പുറപ്പെടുവിച്ച് ഇപ്പോൾ 6 ദിവസമാകുന്നു. ആ ഉത്തരവ് അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി സർക്കാരിൻ്റെ കൈകൾ കിട്ടിയിട്ട് 2-3 ദിവസമാകുന്നു. ആ ഉത്തരവ് നടപ്പാക്കാൻ ഗവൺമെൻറ്റിന് എന്ത് തടസ്സമാണുള്ളത്? ഈ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ജൂൺ 30 അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ്. സുപ്രീം കോടതി അതുകൂടി കണക്കിലെടുത്ത് വേഗത്തിലാണ് ആ കേസ് പരിഗണിച്ചത്. സുപ്രീം കോടതി ആ കേസ് പരിഗണിക്കാൻ കാണിച്ച ആ വേഗത്തിൽ തീർപ്പാക്കി ഇദ്ദേഹത്തിന് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന് കോടതിക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു തോന്നൽ എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് ഉണ്ടാകുന്നില്ല? ഇത് വൈകിപ്പിക്കൽ തന്ത്രമല്ലാതെ മറ്റെന്താണ്? ഇവിടെ തന്ത്രത്തിന്റെ പ്രശ്നമൊന്നുമില്ല. സർക്കാർ ഈ ഉത്തരവ് വന്നപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കിയതാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരിയും ആ നിലയിലുള്ള വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി ഉത്തരവ് വരുമ്പോൾ അതിന്മേലെടുക്കേണ്ട സ്വാഭാവികമായിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് സർക്കാർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോ സെക്രട്ടറി കൊടുക്കുകയും ലോ സെക്രട്ടറി അടിസ്ഥാനത്തിൽ അതിന്റെ ഒരു ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി വിധി ലോ ഓഫ് ദി ലാൻഡ് ആണ്. അത് അതുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീ പി ബിജു, ഇതിൽ ഉചിതമായ തീരുമാനം എന്നത് ഒന്നുമില്ല. സുപ്രീം കോടതി ഉത്തരവ് പാലിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും സർക്കാരിന് ചെയ്യാനില്ല. എന്തിനാണ് ഈ ഉത്തരവ് കൈ കിട്ടിയതിനു ശേഷവും ഈ കാലതാമസം ഉണ്ടാകുന്നത്? സെൻകുമാറിന് നിയമനം നിഷേധിക്കപ്പെട്ട് അദ്ദേഹത്തെ പോലീസ് മേധാവി സ്ഥാനത്തു നിന്ന് നീക്കിയത് നിയമവിരുദ്ധമാണ്. ആ ഉത്തരവ് സുപ്രീം കോടതി അസാധുവാക്കി എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം ഇറക്കിയ ലോക്നാഥ് ബെഹ്റയുടെ നിയമന ഉത്തരവും അവിടെ റദ്ദാക്കപ്പെടുകയാണ്. അതായത് സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു DGP ഇല്ല. ആ DGPയുടെ കസേരയിൽ ഇരിക്കുന്ന ലോക്നാഥ് ബെഹ്റയല്ല അവിടെ ഇരിക്കേണ്ടയാൾ, സെൻകുമാറാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അങ്ങനെ സെൻകുമാർ അവിടെ ഇരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഒരു ഭരണപരമായ തീരുമാനമെടുക്കാൻ വൈകുന്നു എന്നത് സുപ്രീം കോടതി ഉത്തരവ് അനുസരിക്കില്ല എന്ന് പറയുന്നതിന് തുല്യമല്ലേ? അല്ല, സുപ്രീം കോടതി ഉത്തരവ് അനുസരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ കണ്ടംപ്റ്റ് എന്നൊക്കെ പറയുന്നത് കണ്ടംപ്റ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട സുപ്രീം കോടതിയല്ലേ. സുപ്രീം കോടതി സർക്കാരിന്റെ ഒരു വാദം അവിടെ പറയുമായിരിക്കുമല്ലോ. സുപ്രീം കോടതി സ്വാഭാവികമായി സർക്കാരിനെ കക്ഷി ചേർക്കുമായിരിക്കുമല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ വാദം സുപ്രീം കോടതിയിൽ സർക്കാർ പറയുമായിരിക്കുമല്ലോ. ഇവിടെ ഒരു റീസണബിൾ ടൈം കൊടുക്കണ്ടേ? ഒരു സുപ്രീം കോടതി വിധി വന്നാൽ ആ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിന് റീസണബിൾ ടൈം എടുത്തുകൂടാ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്തില്ല ശ്രീ പി ബിജു. കഴിഞ്ഞ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യേണ്ടമായിരുന്നില്ലേ? അല്ലെങ്കിൽ ചെയ്യേണ്ട വിഷയമായിരുന്നില്ലേ? കഴിഞ്ഞ ക്യാബിനറ്റിലും അത് പരിഗണിച്ചില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ ആ വിഷയത്തിന് അത്ര പ്രാധാന്യം നൽകുന്നില്ല എന്നതല്ലേ അതിന്റെ സാരം?
അങ്ങനെയല്ലല്ലോ. ആ വിധി വന്ന അന്നേ ദിവസം തന്നെ മുഖ്യമന്ത്രി പ്രതികരിച്ചല്ലോ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന്. അതൊക്കെ ബാലിശമായിട്ടുള്ള ചോദ്യമാണ്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കേണ്ട ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത സംസ്ഥാന സർക്കാരുകൾക്കില്ലേ? പക്ഷെ അതുമായി ബന്ധം പിറ്റേ ദിവസം രാവിലെ ഉത്തരവ് കൊടുക്കണമെന്നല്ല സുപ്രീം കോടതി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് റീസണബിൾ ആയിട്ടുള്ള ടൈം എടുക്കില്ലേ? സർക്കാരിന്റേതായിട്ടുള്ളത് ക്യാബിനറ്റിൽ പോകേണ്ട കാര്യമുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അതിന്റെ ലോ സെക്രട്ടറിയുടെ വിശദീകരണം ചോദിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമമാണ്. ആ നടപടിക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിച്ചാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ആ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന് മുഖ്യമന്ത്രിയും മറ്റുമൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഘട്ടത്തിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതൊക്കെ ബാലിശമായിട്ടുള്ള വാദങ്ങളാണ്. ശ്രീ ബിജു, താങ്കൾ ദയവായി തുടരണം. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇവിടെ ഇപ്പോൾ ഇത് സ്വാഭാവിക കാലതാമസം എന്ന നിലയിലാണ് അതിൽ സർക്കാർ അതിനെ കാണുന്നത്. അത് ഒരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചാൽ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടുന്ന സ്വാഭാവിക കാലതാമസം, അതിൽ ലീഗൽ ഒപ്പീനിയൻ തേടണം, അതൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് ഈ ഉത്തരവ് നടപ്പാക്കില്ലെന്നോ അത് വൈകിപ്പിക്കാനോ ഉള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതേ ഇല്ല എന്നതാണ് വിശദീകരണം. അത് എത്രത്തോളം നിയമപരമായി നിലനിൽക്കുന്ന വിശദീകരണമാണിത്? ഈ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് ശ്രീ ടി.പി. സെൻകുമാർ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്ത മൊമെൻറ്റ് മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടംപ്റ്റാണ്. അതായത് 97(2) എന്ന പോലീസ് ആക്ടിലെ നിയമത്തിനകത്ത് എക്സെപ്ഷൻ പ്രൊവിഷൻസ്, അതിനകത്ത് 6 കാര്യങ്ങളിൽ 5ാമത്തെ കാര്യമായി പറഞ്ഞ ജനങ്ങൾക്ക് പോലീസ് അഡ്മിനിസ്ട്രേഷനോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1/6/2016 സെൻകുമാറിനെ മാറ്റുന്നത്. സുപ്രീം കോടതി അത് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഹോം സെക്രട്ടറിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് പോലീസ് അഡ്മിനിസ്ട്രേഷനുമായുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന കണ്ടെത്തൽ ശരിയല്ല. ഇത് 26-ാം തീയതി അധികാരത്തിലേറിയ ഗവൺമെൻറ് 27-ാം തീയതി റിപ്പോർട്ട് മേടിച്ചു, 1-ാം തീയതി ഈ സെൻകുമാറിനെ മാറ്റുന്നു. അതിനകത്ത് അനോമലി ഉണ്ട്, ഈ റിപ്പോർട്ട് സഫീഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞു. ഇപ്പം നടത്തുന്ന ആക്ഷൻസ് സുപ്രീം കോടതി അത് പറഞ്ഞ് വിധി പറഞ്ഞിട്ടും ഇതിന് ഡിലേ ചെയ്യുമ്പോൾ ആ പറഞ്ഞ കണ്ടെത്തലുകൾ ശരിയാണെന്ന് വരികയാണ്. ഇവിടെ ഒരു ലീഗൽ ഒപ്പീനിയൻ ഈ ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ 56 പേജുള്ള ജഡ്ജ്മെൻറ്റ് അത് വായിച്ചു തീർക്കാൻ 45 മിനിറ്റ് വേണ്ട. അതിൻ്റെ ലീഗൽ ഒപ്പീനിയൻ എഴുതാൻ 30 മിനിറ്റ് വേണ്ട. സുപ്രീം കോടതി എന്ന പരമോന്നത ഒരു സെൻറ്റൻസിൻ്റെ പോലും റിവ്യൂവിന് സ്കോപ്പില്ല എന്ന് വായിച്ചു നോക്കുന്ന ഒരു ചെറിയ വക്കീലിന് പോലും മനസ്സിലാവും. ഒരു സെൻറ്റൻസ് പോലും റിവ്യൂ ചെയ്യാൻ സ്കോപ്പില്ല. അങ്ങനെയെങ്കിൽ ഈ 2 മാസത്തിനകം റിട്ടയർ ചെയ്യാൻ പോകുന്ന ഓഫീസർക്ക് ആ അപ്പോയിൻമെൻറ്റ് കൊടുക്കുകയല്ലേ അതിൻ്റെ ശരിയായ കാര്യം. ഇനി വെച്ച് നീട്ടുന്നതിന് വേണ്ടി ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്ത കണ്ടംപ്റ്റാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കല്ല കണ്ടംപ്റ്റ്, നളിനി നെറ്റോയ് എന്ന ചീഫ് സെക്രട്ടറി ഇപ്പോൾ കാണിക്കുന്ന ജോലി അവരുടെ റിപ്പോർട്ടിനെ ന്യായീകരിക്കലാണെങ്കിൽ അത് കണ്ടംപ്റ്റാണ്. നാളെ അപ്പോയിൻമെൻറ്റ് കൊടുത്താലും കണ്ടംപ്റ്റാണ് അവരിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൊമെൻ്റ് പോലും ഇനിയും വൈകിക്കാതെ അപ്പോയിൻമെൻറ്റ് രാവിലെ ഇഷ്യൂ ചെയ്യാണ് വേണം. അടുത്ത വർക്കിംഗ് അവറിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ അത് തെറ്റാണ്. ഇവിടുത്തെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. സുപ്രീം കോടതിക്ക് മുകളിലേക്ക് ഇനി ഒരു നിയമവും അവർക്ക് പറയാനില്ല. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. ശ്രീ വി രാജേഷ്, ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? ഇത് ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ ആഭ്യന്തര സെക്രട്ടറി ആയിരിക്കുകയാണ് സെൻകുമാറിനെതിരായ റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാരിന് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെൻകുമാറിനെ പദവിയിൽ നിന്ന് നീക്കിയതെന്നായിരുന്നു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിശദീകരണം. എന്നാൽ ആ റിപ്പോർട്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസ് നടക്കുമ്പോൾ വന്നിരുന്നില്ല, ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് വരുമ്പോൾ വന്നില്ല. അവിടെ രണ്ടും സെൻകുമാറിന് വിധി എതിരാവുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ സെൻകുമാർ വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ട് വാങ്ങി സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. സുപ്രീം കോടതി ആ റിപ്പോർട്ടിനെ നിരാകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും നിയമനം നൽകണമെന്ന് ഉത്തരവ് ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായും സെൻകുമാറിൻ്റെ സംശയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശങ്ക ആ നിലയ്ക്ക് പരിഗണിക്കപ്പെടേണ്ടതല്ലേ? കാരണം നളിനി നെറ്റോ ഇപ്പോൾ കുറെ കൂടി പ്രധാനപ്പെട്ട, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയായി നിലനിൽക്കുമ്പോൾ ഈ സുപ്രീം കോടതി ഉത്തരവ് വന്നാൽ തന്നെയും ആ ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെയും തന്നെ നിയമനം വൈകിപ്പിക്കാൻ ശ്രമിച്ചേക്കാമെന്ന ആശങ്ക ആ നിലയ്ക്ക് സ്വാഭാവികമായി സുപ്രീം കോടതിക്കും തോന്നിയേക്കില്ലേ? വിജയകുമാർ, കേരള ഗവൺമെൻറ് ഏതു തരത്തിൽ ശ്രമിച്ചാലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു ഊരാക്കുടുക്കിലേക്ക് അവരുടെ തന്നെ ചെയ്തികൾ കൊണ്ട് ഇത് വീണിരിക്കുകയാണ്. ശ്രീ സെൻകുമാറിനെ സംബന്ധിച്ച് ഇന്ന് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന അവസാനത്തെ ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. 6 ദിവസം വെയിറ്റ് ചെയ്തു. അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വമാണ് കരുക്കൾ നീക്കിയിട്ടുള്ളത്.
അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റിയുടെ കയ്യിൽ തന്നെ അദ്ദേഹം സുപ്രീം കോടതിയുടെ അദ്ദേഹത്തിനറിയാം സർട്ടിഫൈഡ് കോപ്പി കിട്ടാൻ വേണ്ടിയുള്ള ഡിലേ ഇവർ പറയും. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ജഡ്ജ്മെൻ്റ് കോപ്പി ഉൾപ്പെടെ അവരുടെ കയ്യിൽ രേഖാമൂലം ഏൽപ്പിക്കുന്നു. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു സുപ്രീം കോടതിയുടെ വ്യാപ്തിയോ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വ്യാപ്തിയോ മനസ്സിലാക്കുന്നതിന് പകരം ഞാനാണ് കോടതി, ഞാനാണ് ഗവൺമെൻറ്, ഞാനാണ് ഭരണകൂടം, ഞാനാണ് ജനങ്ങൾ, ഞാനാണ് എല്ലാം എന്ന് ധരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ താളത്തിനൊത്ത് തുള്ളുന്നത് കൊണ്ട് നളിനി നെറ്റോയാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. ഞാൻ ഈ ചാനലിനെ തറപ്പിച്ച് പറയുന്നു, ഇതുവരെ സുപ്രീം കോടതിയുടെ ഈ വിധി വന്ന മൊമെൻ്റ് മുതൽ ഇതുവരെയുള്ള പ്രവൃത്തികൾ മൂലം നളിനി നെറ്റോയ്ക്ക് അപരിഹാര്യമായ നഷ്ടങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അവരുടെ പെൻഷനറി ബെനിഫിറ്റ്സിനെ ഉൾപ്പെടെ അവരുടെ ഈ ചെയ്തികൾ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ശ്രീ TP സെൻകുമാർ കർണാടക ചീഫ് സെക്രട്ടറിയുടെ ഗതി ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ തരത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് നമുക്കിനി കണ്ടറിയാം. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ബിജുവും LDFും എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ശ്രീ പിണറായി വിജയന് ജന്മനാ ലഭിച്ചിട്ടുള്ള ഒരു ഈഗോയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സെൻകുമാറിനോടുള്ള കടുത്ത വൈരാഗ്യം, TP ചന്ദ്രശേഖരൻ കേസിലൊക്കെ അവരുടെ പ്രധാനപ്പെട്ട അനുയായികളെ അറസ്റ്റ് ചെയ്തതിലുള്ള വൈരാഗ്യം, അതും അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ഭരണ പരിചയക്കുറവ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ശ്രീ പിണറായി വിജയൻ മുതിർന്ന നേതാവാണ്, പക്ഷേ പ്രായോഗിക ഭരണ പരിചയക്കുറവും കൂടി ഒരുമിച്ച് ചേർന്നപ്പോഴേക്കും ഗവൺമെൻറ് ഊരാക്കുടുക്കിലായി. യാതൊരു സംശയവുമില്ല, സുപ്രീം കോടതി കേസ് കൺസിഡർ ചെയ്യുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ കേരള സർക്കാർ ഇതുവരെയും ഏറ്റുവാങ്ങിയിട്ടില്ലാത്ത തരത്തിൽ ഒരു ഓർഡർ വാങ്ങാൻ പോകുന്നു എന്നാണ് എൻ്റെ പരിമിതമായ അറിവുകൾ കൊള്ളുന്നതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ P. ബിജു, ഇവിടെ ഇപ്പോൾ സർക്കാരിനെ കോടതിയിൽ നിയമ പോരാട്ടത്തിലൂടെ തോൽപ്പിച്ച ഒരു ഉദ്യോഗസ്ഥന് പോലീസ് മേധാവി പദവി തിരികെ നൽകണമെന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് ഒരുപക്ഷെ അത് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കണമെന്നില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും സെൻകുമാറും തമ്മിൽ വ്യക്തിപരമായി ഈ വിഷയത്തിൽ ഉണ്ടായ കോടതിയിലടക്കം ഉണ്ടായ പരാമർശങ്ങൾ, സത്യവാങ്മൂലത്തിലെ പരാമർശങ്ങൾ, നിയമസഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി ഈ ഉദ്യോഗസ്ഥനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി നിലനിൽക്കുകയാണ്. കോടതിയിൽ കാര്യങ്ങൾ സെൻകുമാറിന് അനുകൂലമാവുകയും ചെയ്തു. പക്ഷേ ഇനിയും ജൂൺ 30 ആ ഉദ്യോഗസ്ഥൻ വിരമിക്കാനിരിക്കെ അദ്ദേഹത്തിന് ഒരു ജൂൺ മാസം പകുതി വരെയെങ്കിലും നിയമനം വൈകിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ നിലയ്ക്ക് സെൻകുമാറിനൊരു മറുപടി നൽകാമെന്ന് സർക്കാർ കരുതുന്നുണ്ടോ? എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും നിയമ പോരാട്ടങ്ങളോ അല്ലെ നിയമയുദ്ധങ്ങളോ ഒക്കെ നടത്താൻ ഖജനാവിലെ പണം സർക്കാർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്? ആ ഉത്തരവ് നടപ്പാക്കുക എന്നത് മാന്യതയല്ലേ? അത് വേഗത്തിൽ ചെയ്തു കൊടുക്കേണ്ട കാര്യമല്ലേ? അല്ല, ഒന്നാമത്തെ പ്രശ്നം, ഇവിടെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നൊന്നും ഗവൺമെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. രണ്ട്, BJPയും കോൺഗ്രസും എന്തിനാണ് ഇങ്ങനെ ആരുടെയെങ്കിലും വക്കാലത്ത് ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? മൂന്നാമത്തെ പ്രശ്നം, കണ്ടംപ്റ്റ് ആണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ട സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് വാദം നിർത്തിയുണ്ട്. ഇന്നിപ്പോ വാർത്തകൾ വരുന്ന അദ്ദേഹം സെൻകുമാർ കണ്ടംപ്റ്റ് ഫയൽ ചെയ്തെന്നാണല്ലോ. അപ്പൊ അതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് അഭിപ്രായം അവിടെ സുപ്രീം കോടതിയിൽ പറയും. സുപ്രീം കോടതി കണ്ടംപ്റ്റ് ആണെങ്കിൽ കണ്ടംപ്റ്റ് എന്ന് പറയുമല്ലോ. അപ്പോഴല്ലേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവിടെ വന്നിട്ടുള്ള വിഷയം, ഇവിടെ ഒരു ഗവൺമെന്റ് ജനങ്ങളുടെ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന് ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തതിന്റെ ഭാഗമായിട്ടാണ് DGP നിയമിച്ചത്. അത് മുൻകാലത്തും ഈ രൂപത്തിൽ തന്നെയാണ്, സീനിയോറിറ്റി നോക്കി മറ്റൊന്നുമല്ല മുൻകാലത്ത് തീരുമാനിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഇത്തരം നിയമനങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ രാജേഷിന്റെ പാർട്ടി UP ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിഭാഗത്തിൽ വരുന്ന DGP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് ഓരോ ഗവൺമെന്റ് ചെയ്യുന്ന സമീപനമാണ്. എന്തായാലും സെൻകുമാറിന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇപ്പോൾ ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. ആ വിധി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് റീസണബിൾ ആയിട്ടുള്ള ടൈം എടുത്ത് അതിന്റെ നിലപാട് സ്വീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനെന്താ സർക്കാർ ഖജനാവിന്റെ പണത്തിന് എന്താ പ്രശ്നം? സാധാരണഗതിയിൽ സുപ്രീം കോടതി ഒരു വിധി വന്നാൽ അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്, ഇതിന് ശേഷം വരുന്ന മറ്റ് നിയമപ്രശ്നങ്ങൾ എന്താണ്? ഇത് ഒരു വർഷത്തിന് മുമ്പ് എടുത്തൊരു തീരുമാനമാണ്. അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഗവൺമെന്റ് പരിശോധിക്കേണ്ടി വരും. ആ ഇതിൽ താങ്കൾ പറയുന്ന ഈ റീസണബിൾ ആയ സമയം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമല്ലേ? വിരമിക്കാൻ 1-2 മാസം കഷ്ടിച്ചുള്ള ഒരു ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതിയിൽ നിന്നും ഏതാണ്ട് 6 മാസത്തോളം അല്ലെങ്കിൽ 1 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം ഈ വിധി സമ്പാദിച്ചു വരുമ്പോൾ അത് നടപ്പിലാക്കി കൊടുക്കേണ്ടേ? ആ വിധി 56 പേജുള്ള വിധി, ഏതാണ്ട് 95 പാരഗ്രാഫുള്ള വിധി മുഴുവൻ വായിച്ചു നോക്കിയാൽ ഗവൺമെൻറ്റിൻ്റെ നടപടികളിൽ ആകപ്പാടെ കോടതി വലിയ ക്രമക്കേട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ പോരായ്മ കണ്ടിട്ടുണ്ട്, അത് നിയമവിരുദ്ധമാണ് നടപടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ആ ഉത്തരവിൽ ഒരു പിഴവാണ് സംഭവിച്ചത് എങ്കിൽ
ആ ഉത്തരവ് നടപ്പാക്കുക എന്നത് ഒരു ഉദ്യോഗസ്ഥനോട് കാണിക്കുന്ന സാമാന്യ നീതിയല്ലേ? അത് നീതി നിഷേധിക്കാൻ കഴിയുമോ ആ ഉദ്യോഗസ്ഥന്? അല്ല, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഗവൺമെന്റ് ജനങ്ങളുടേതാണ്. ആ ജനങ്ങളുടെ മാൻഡേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് അധികാരത്തിലേറിയത്. ആ ഗവൺമെന്റാണ് DGPയെ നിശ്ചയിച്ചത്. അതിന് ഭരണപരമായിട്ടുള്ള അവകാശമുണ്ട്. അതിൽ രാഷ്ട്രീയം ഉണ്ടെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അത് ആ രൂപത്തിൽ തന്നെയാണ് മുൻകാലങ്ങളിൽ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കുറെ സ്ഥലങ്ങളിൽ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇഷ്യൂ അവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ പ്രശ്നം, സുപ്രീം കോടതി അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവിടെ ഒരു ഉദ്യോഗസ്ഥന്റേതല്ല പ്രശ്നം. ഇവിടെ ഒരു ഗവൺമെന്റ് ഒരു സുപ്രീം കോടതി വിധി നടപ്പിലാക്കുമ്പോൾ അതെങ്ങനെയാണ് ബാധിക്കാൻ വേണ്ടി പോകുന്നത്, അതിന്റെ ഇപ്പോൾ ഒരാൾ DGP ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കണ്ടേ? അതിന്റെ ഒരു സ്വാഭാവിക പ്രോസസ് അല്ലേ? എന്തിനാണ് ഇത്ര ആവേശം കൊണ്ട് ഇങ്ങനെ 2 ദിവസം, അല്ലെങ്കിൽ സുപ്രീം കോടതി പറയണം പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കണം? ആ ഉത്തരവ് വന്നാൽ മുതൽ അത് നിലവിൽ വന്നു എന്നതുകൊണ്ടാണ് അതിൽ പ്രത്യേക സമയപരിധി വെക്കാത്തത്. ജൂൺ 1 പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കി എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. അതൊക്കെ അതിന്റെ രാഷ്ട്രീയമായിട്ട്. ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇക്കാര്യത്തിൽ സർക്കാരിന് വിശദീകരണം വേണ്ടതുണ്ടോ? അതൊരു വ്യാഖ്യാനം ഇതിനകത്ത് ബിജു പറഞ്ഞ ഒരു അപാകത എന്താണെന്ന് ചോദിച്ചാൽ, 1/6/2016 സർക്കാർ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് റദ്ദ് ചെയ്തിരിക്കുന്നു. അതായത് 22/5/2015 സെൻകുമാറിനെ DGP ആയി വെച്ചിരിക്കുന്ന ഉത്തരവ് നിലനിന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രൊസീജിയറൽ ഫോർമാലിറ്റി മാത്രമാണ്. ഇപ്പോൾ ഇരിക്കുന്ന DGPക്ക് അത് ആ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിനൊരു ഉത്തരവിറക്കാൻ സാധിക്കില്ല. അത് അങ്ങനത്തെ ഒരു സ്റ്റെയിൽമേറ്റ് സ്റ്റേറ്റിന് സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കലല്ല പ്രശ്നം. ഈ സ്റ്റേറ്റിനോട്, ഇവിടുത്തെ ജനങ്ങളോടൊരു ബാധ്യതയുണ്ട്. ഒരു DGP ലോക്നാഥ് ബെഹ്റ പുറപ്പെടുവിക്കുന്ന ഒരു സർക്കുലറിന് പോലും നിലനിൽക്കാൻ പറ്റില്ല. ഈ സാഹചര്യത്തിനെ വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യണം. അത് ചീഫ് സെക്രട്ടറി അത് മനസ്സിലാക്കാത്ത കണ്ടംപ്റ്റ് ഉള്ളോ എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ അവിടെ നിൽക്കട്ടെ. കണ്ടംപ്റ്റ് ഉണ്ടോ എന്ന് സുപ്രീം കോടതി തീരുമാനിക്കട്ടെ എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞല്ലോ. കണ്ടംപ്റ്റ് ഉണ്ട് എന്ന് സുപ്രീം കോടതി തീരുമാനിച്ചാലുണ്ടായ കോൺസിക്വൻസ് എന്താണെന്നറിയാമോ? സാധാരണ MV ജയരാജനെതിരെ കണ്ടംപ്റ്റ് എടുത്തതുപോലെയല്ല, ഇത് ചീഫ് സെക്രട്ടറിക്കെതിരെയാണ് കണ്ടംപ്റ്റ് എടുക്കുന്നത്, സുപ്രീം കോടതി ഡയറക്ഷൻ കംപ്ലൈ ചെയ്യാത്തതിൻ്റെ പേരിൽ. അതൊരു സീരിയസ് അഫെയർ ആണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത്തരം സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഇതിന് ഒരു മൊമെൻറ്റ് കാത്തിരിക്കാൻ സാധ്യതയില്ലാത്തൊരു ഇഷ്യൂ ആണ് എന്ന് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. ശ്രീമതി ലാലി വിൻസെൻ്റ്, ഇവിടെ ഇപ്പോൾ നളിനി നെറ്റോ ആ പദവിയിൽ ഇരിക്കുമ്പോൾ തൻ്റെ നിയമനം വൈകിപ്പിക്കാൻ എല്ലാ ശ്രമവും നടക്കുമെന്ന സെൻകുമാറിൻ്റെ ആശങ്ക അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ന്യായമാണെന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിനെതിരായ റിപ്പോർട്ടുകളെല്ലാം നിയമപരമായി ഉണ്ടാക്കിയതല്ലെന്ന് സുപ്രീം കോടതി കണ്ടെത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുനർനിയമനം നൽകണമെന്ന് വ്യക്തമാക്കിയത്. ആ ഉത്തരവുകൾ എല്ലാം ആ റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കപ്പെട്ടത് ആഭ്യന്തര സെക്രട്ടറി ആയിരിക്കെ നളിനി നെറ്റോ ആണ് എന്നത് രേഖകളിൽ നിന്ന് വ്യക്തമാണെന്ന് സുപ്രീം കോടതി പരിശോധിച്ച് പറയുകയും ചെയ്തു. സ്വാഭാവികമായും ഈ വിഷയത്തിൽ സെൻകുമാർ ഉന്നയിക്കുന്ന വാദം സുപ്രീം കോടതിക്ക് ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ടതില്ലേ? ഈ കോടതിയലക്ഷ്യ ഹർജിയിലെ വാദങ്ങൾ തീർച്ചയായിട്ടും സുപ്രീം കോടതി അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ. ശ്രീമതി നളിനി നെറ്റോ ഇത് തീക്കളിയാണ് കളിക്കുന്നത്. മാത്രവുമല്ല, സുപ്രീം കോടതിയുടെ വിധിയെ അനുസരിക്കാനുള്ള ഉത്തരവാദിത്തം കേരള ഗവൺമെൻറ്റിനുണ്ട്. ചീഫ് സെക്രട്ടറിക്ക് ആ വിധി നടപ്പിലാക്കിയേ പറ്റൂ. അതിന് ഒരു ന്യായവും പറയാൻ പറ്റില്ല. ശ്രീ ബെഹ്റ ആ കസേരയിൽ ഇരിക്കുന്നതും ഇപ്പോൾ അദ്ദേഹം എന്തെങ്കിലും കമാൻഡ് പോലീസിന് നൽകിയാലും അതൊന്നും നിയമപ്രകാരം ശരിയല്ല എന്ന് അത്യാവശ്യം നിയമം അറിയുന്ന എല്ലാവർക്കും അറിയാം. ഗവൺമെൻറ് സെൻകുമാറിനെ ആ സ്ഥാനത്ത് ഇരുത്തുകയില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് മർക്കടമുഷ്ടി, ഈ ലെഫ്റ്റ് മൈൻഡിൻ്റെ മർക്കടമുഷ്ടിയാണ് ആ കാണിക്കുന്നത്. ആ മർക്കടമുഷ്ടിക്ക് ഇന്ത്യയിലെ ഭരണഘടനയും നാട്ടിലുള്ള നിയമങ്ങളും വോട്ട് ചെയ്ത് ലെഫ്റ്റ് സുഹൃത്തുക്കളെ ഭരണത്തിലേറ്റിയ ജനങ്ങളും വിഡ്ഢികളായി നോക്കുകുത്തികളായി മാറണമെന്ന് പറഞ്ഞാൽ ശ്രീ ബിജു, അത് ഒരിക്കലും ശരിയായ കാര്യമല്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കാൻ കയറിയത് എങ്കിൽ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഉത്തരവാദപ്പെട്ട DGPയെ നൽകണം. ഈ വിധിയുണ്ടായ നിമിഷം മുതൽ, വിധിപ്പകർപ്പ് ലഭിച്ചത് മുതൽ ഇപ്പോൾ കേരളത്തിൽ ഒരു DGP ഇല്ലാത്ത അവസ്ഥയാണ്. പോലീസിൻ്റെ കെടുകാര്യസ്ഥത ഒരു വശത്ത്, ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥത മറുവശത്ത്, ജനങ്ങൾക്ക് അർഹതപ്പെട്ട മന്ത്രിമാരെയും ജനങ്ങൾക്ക് അർഹതപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും നൽകാൻ ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് സുപ്രീം കോടതിയോട് ഈ അനിഷ്ടവും ഈ അനുസരണക്കേടും കാണിക്കുന്നതിൻ്റെ ഫലമായി കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്ക് വളരെ ഗുരുതരമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ചീഫ് സെക്രട്ടറി ഗവൺമെൻറ്റിനെ അനുസരിച്ച് ബലിയാടാവേണ്ടിയും വരും. ഇത് വളരെ ഗുരുതരമാണ്. ഇതിനെ രാഷ്ട്രീയമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല, നിയമപരമായി തന്നെ കാണാൻ കഴിയും.
നിയമത്തിനെ വളച്ചൊടിച്ചുകൊണ്ട്, നിയമത്തിലെ പഴുതുകളെ വളച്ചൊടിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്വന്തം ചെൽപ്പടിക്ക് നിർത്താനുള്ള മുഖ്യമന്ത്രിയുടെ ഈ ശ്രമം ഇപ്പോൾ ഉപേക്ഷിക്കണം. ശ്രീ വി രാജേഷ്, ഉത്തർപ്രദേശിൽ നേരത്തെ ബിജു ചൂണ്ടിക്കാട്ടിയതുപോലെ ഉത്തർപ്രദേശിൽ അവിടെ DGP ആയിരുന്ന ജാവേദ് അഹമ്മദിനെ മാറ്റി. ഈ 2 വർഷത്തെ കാലാവധി തികയ്ക്കുന്നതിന് മുമ്പാണ് ജാവേദ് അഹമ്മദിനെ മാറ്റി സുൽഖാൻ സിംഗിനെ അവിടെ പുതിയ DGP ആയി BJP ഗവൺമെൻറ് നിയോഗിച്ചത്. ജാവേദ് അഹമ്മദ് കോടതിയിൽ പോയില്ല എന്നതുകൊണ്ട് സെൻകുമാറിന് ലഭിച്ച ഒരു ഉത്തരവ് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നേ ഉള്ളൂ. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ് മാറുന്നതിനനുസരിച്ച് നടക്കുന്ന ഒരു നടപടിക്രമമാണ്. ഇവിടെ അത് സെൻകുമാർ ആ വിഷയത്തിൽ ഒരു നിയമ പോരാട്ടം നടത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായ ഉത്തരവ് ലഭിച്ചു. അല്ലെങ്കിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ ഈ പ്രതിസന്ധി പോലീസ് മേധാവി സ്ഥാനത്ത് പുതിയ ആളെ വെക്കുമ്പോൾ ഉണ്ടാകുമെന്നതൊരു വസ്തുത തന്നെയല്ലേ? വിജയകുമാർ, ഈ കേസിൽ ശ്രീ TP സെൻകുമാർ സുപ്രീം കോടതിയോട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. അതിൽ സെൻകുമാർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗവൺമെൻറ്റുകൾ മാറി വരുന്നതനുസരിച്ച് കേഡർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മാറ്റുവാനുള്ള ഒരു അവകാശം റദ്ദ് ചെയ്യണം എന്നുള്ളതായിരുന്നു അദ്ദേഹം ആവശ്യപ്പെടുന്നൊരു കാര്യം. അത് സുപ്രീം കോടതി നിരാകരിച്ചു. കാരണം എന്താ? സുപ്രീം കോടതി സമ്മതിക്കുന്നു, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട തസ്തികകളിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ള അധികാരം രാജ്യത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ നയം നടപ്പിലാക്കുന്നതനുസരിച്ചുള്ള ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിൽ സുപ്രീം കോടതി തൊട്ടിട്ടില്ല. പക്ഷേ ഇവിടെ 2011 ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന കേരള പോലീസ് ആക്ടിലെ അമെൻമെൻ്റ് അനുസരിച്ച് സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ, ആഭ്യന്തരമന്ത്രി ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് അംഗങ്ങൾ, അങ്ങനെയുള്ള ഗവർണർ നിയോഗിക്കുന്ന 3 അംഗങ്ങൾ, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടുന്ന ഒരു സുരക്ഷാ കമ്മീഷനുണ്ട്. ആ സുരക്ഷാ കമ്മീഷന്റെ മുൻപാകെ ഏതൊരു ഉദ്യോഗസ്ഥനെയാണോ മാറ്റുന്നത് ആ ഉദ്യോഗസ്ഥനെ മാറ്റാനുള്ള ആ സാഹചര്യങ്ങൾ ചർച്ച ചെയ്ത് അവരുടെ പെർമിഷൻ വാങ്ങി അതിൻ്റെ മിനിറ്റ്സ് രേഖപ്പെടുത്തി ആ ഉദ്യോഗസ്ഥനെ മാറ്റാം. രാഷ്ട്രീയ നേതൃത്വത്തിന് ഗവൺമെൻറ് നയങ്ങൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരെ, IAS IPS ഉദ്യോഗസ്ഥന്മാരെ സ്ഥാനചലനം വരുത്തുവാനുള്ള അധികാരമുണ്ട്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താ? സുപ്രീം കോടതി സെൻകുമാറിൻ്റെ കേസ് പരിഗണിച്ചപ്പോഴേക്കും ചോദിച്ചു, നിങ്ങൾ സുരക്ഷാ കമ്മീഷൻ യോഗം ചേർത്തിട്ടുണ്ടോ, അതിൻ്റെ മിനിറ്റ്സ് ഉണ്ടോ ചോദിച്ചു. ഇതൊന്നും തന്നെ സർക്കാരിൻ്റെ കയ്യിലില്ല. പിണറായി വിജയൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ തീരുമാനമുള്ള ധാർഷ്ട്യവും ഞങ്ങൾക്ക് 100 സീറ്റ് അധികാരത്തിൽ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്യും എന്ന് പറയുകയും ഇലക്ഷൻ സമയത്ത്, തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ സെൻകുമാറിനോട് ഉണ്ടായിരുന്ന ഒരു പകയും വെച്ചുകൊണ്ട് വന്ന് 13ാമത്തെ മണിക്കൂറിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി. ഇതിൽ മറ്റൊരു അപകടം കൂടി ഉള്ളത്, ഇനി നളിനി നെറ്റോ ഫേസ് ചെയ്യാൻ പോകുന്നൊരു കാര്യം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഏപ്രിൽ 13 കൊടുത്ത റിപ്പോർട്ടിൽ ഒരു കാരണവശാലും പറയാതിരുന്ന ചില കാര്യങ്ങൾ, ഒരു ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെന്റ് 41 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഹാജരാക്കി. ഈ ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെന്റ് ചമച്ചു കൊടുത്തതിനെ കുറിച്ചുള്ള പുതിയതായിട്ടുള്ള ഒരു എവിഡൻസ് വന്നിട്ടുമില്ല, പുതിയൊരു സാഹചര്യം ഡെവലപ്പ് ചെയ്തിട്ടുമില്ല. എങ്ങനെയാണ് അത്? ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അത് തുടങ്ങുന്നത് തന്നെ, ആ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ ബേസ്ഡ് ഓൺ മീഡിയ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു വാർത്ത കോട്ട് ചെയ്തുകൊണ്ട് തുടങ്ങുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ വന്ന ചില വാർത്തകളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് മറ്റ് കാതലായ യാതൊരു തെളിവുമില്ലാതെ സെൻകുമാറിനെ മാറ്റണം എന്ന് പറയുന്ന തെറ്റായ ഒരു രേഖ ചമച്ചു. ഈ ഗവൺമെന്റിന് വേണ്ടി ചീഫ് സെക്രട്ടറിയെ പോലെ, നളിനി നെറ്റോയെ പോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയെ കൊണ്ട് ഒരു ഫാബ്രിക്കേറ്റ് ഡോക്യുമെന്റ് ഉണ്ടാക്കി. അതിൽ 1ാം പ്രതി ചീഫ് സെക്രട്ടറി ആകുമ്പോൾ 2ാം പ്രതിയായി വരാൻ പോകുന്നത് അതിനെ പ്രേരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അങ്ങനെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്ലസ് ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഉത്തർപ്രദേശിലേക്ക് വരാം. ഞാൻ പറയുന്നു, ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ സമയത്ത് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥാനചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബിജു പറയും പോലെ മുസ്ലിം ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും മാറ്റിയെന്നൊക്കെ ബിജു പറഞ്ഞു കഴിഞ്ഞാൽ ബിജുവിൻ്റെ രാഷ്ട്രീയം അതവിടെ നിൽക്കട്ടെ. DGP മാറ്റിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, അലഹബാദ് ഹൈക്കോടതിയും പിന്നെ സുപ്രീം കോടതിയും ഒക്കെ തന്നെ അവിടുത്തെ ഏതൊരു ഉദ്യോഗസ്ഥന് മുമ്പിലും തുറന്നു കിടക്കുകയല്ലേ. അതിലെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സമാനമായ ഉത്തരവ് അവിടെ ഉണ്ടായേക്കാം. ഞാൻ അത് മറ്റൊരു വിഷയമായതുകൊണ്ട് നമുക്ക് വേറൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ശ്രീ അവിടെ എല്ലാ വിജയകുമാർ അവിടെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ചെയ്തത്. അതുകൊണ്ടാണ് അവർ പോകാത്തത്. തെറ്റാ. അതിനകത്ത് ഒരു കറക്ഷൻ ഉണ്ട്. രാജേഷ് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ഗവൺമെൻറ്റുകൾക്ക് DGPയെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുന്നതിനുള്ള അധികാരമുണ്ട് എന്നല്ല സുപ്രീം കോടതി പറഞ്ഞത്. ചീഫ് സെക്രട്ടറിയും ചീഫ് മിനിസ്റ്ററുമായിട്ട് കോറിലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൽ മാറ്റം വരുത്തുന്നതിനെ സുപ്രീം കോടതി തടഞ്ഞില്ല. എന്നാൽ പ്രകാശ് സിംഗിൻ്റെ കേസിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി പറഞ്ഞു, സ്റ്റേറ്റിൻ്റെ
ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ ഇരിക്കുന്ന ചീഫ് മിനിസ്റ്റർ, സ്റ്റേറ്റ് പോലീസ് ചീഫ് അല്ലെങ്കിൽ DGP ചീഫ് മിനിസ്റ്ററുടെയോ ഗവൺമെൻറ്റിൻ്റെയോ ഇംഗിതത്തിനിരിക്കേണ്ട ആളല്ല. അത് 2 വർഷത്തേക്ക് അതിൽ ടച്ച് ചെയ്യാൻ പാടില്ല എന്നത് പ്രകാശ് സിംഗ് കേസിൻ്റെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ 2014 പോലീസ് ആക്ട് കൊണ്ടുവന്നത്. ഇതേ കാര്യങ്ങളൊക്കെ ഇന്ത്യ ഒട്ടുക്ക് ഒരുപോലെ ബാധകമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ DGPയെ ഗവൺമെൻറ്റിൻ്റെ വിംസ് ആൻഡ് ഫാൻസീസിൽ മാറ്റാൻ സാധിക്കില്ല എന്ന് തന്നെ ഈ ജഡ്ജ്മെൻറ്റ് തറപ്പിച്ച് പറഞ്ഞു. ആ ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ UPയിൽ ഇപ്പം നടന്നതിൻ്റെ ശരിയും തെറ്റും നമുക്കറിയില്ല, അതിൻ്റെ ഫാക്ട്സ് നമുക്കറിയില്ല. ഓർഡർ പാസ്സാക്കിയിരിക്കുന്നത് വിതിൻ 2 years ഒക്കെ ആണെങ്കിൽ അതും പ്രശ്നം തന്നെയാണ്. അതിന് റീസൺസ് വേണം. ആ റീസൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ അപകടത്തിൽ തന്നെയാണ്. ശ്രീ P. ബിജു, ഇവിടെ ഇപ്പോൾ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ ഉദ്യോഗസ്ഥന് നിയമനം നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് നൽകാൻ വൈകുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടി നൽകുന്നതിലേക്കുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഒരുപക്ഷെ സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ചേക്കാം. മറ്റൊന്ന്, കോടതിയെ ലക്ഷ്യമാണെങ്കിൽ കർണാടക ഗവൺമെൻറ്റിലെ ചീഫ് സെക്രട്ടറിക്കുണ്ടായ അനുഭവം 1 മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഈ ഉദ്യോഗസ്ഥൻ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ആ അഡ്മിനിസ്ട്രേഷൻ, ആ ഗവൺമെൻറ്റിൻ്റെ പരാജയത്തിൻ്റെ ഫലമായാണ് ആ ഉദ്യോഗസ്ഥന് അത്തരമൊരു ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ 2 വലിയ ബുദ്ധിമുട്ടുകൾ സർക്കാരിന് കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് മുന്നിലുണ്ട്. അതിനെ അതിജീവിക്കണമോ വേണ്ടയോ എന്നതൊക്കെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ കോടതിയലക്ഷ്യ ഹർജിയുടെ പരിഗണനയ്ക്ക് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന്? അല്ല, ഒന്നാമത്തെ പ്രശ്നം മുൻകാലങ്ങളിൽ സ്വീകരിച്ചു വന്ന നിലപാട് തന്നെയാണ് ഇവിടെ സെൻകുമാർ കേസിലും സ്വീകരിച്ചു വന്നത്. ഇപ്പൊ എല്ലാവരും ചരിത്രമൊക്കെ പ്രസംഗിക്കുകയാണ്. സീനിയോറിറ്റി മറികടന്നുകൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ആൾക്കാരെ തന്നെയാണ് ഒരു ഗവൺമെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെയാണ്. അവർ ജനങ്ങളുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് നിലപാട് സ്വീകരിക്കും. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ താല്പര്യവും ഇതിൽ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതാണെന്ന് അന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് അന്ന് മാറ്റിയത്. ആ തീരുമാനമാണ് ഇപ്പൊ എന്തായാലും സുപ്രീം കോടതിയും സെൻകുമാർ സാറിന് തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആ വിധി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ലോ സെക്രട്ടറിയുടെ ഒപ്പീനിയൻ വാങ്ങിച്ചിട്ടുണ്ട്. ലോ സെക്രട്ടറിയുടെ കുറിപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നു AG നിന്നും ഒരു സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ നിയമോപദേശം വാങ്ങണമെന്നുള്ളതാണ്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. ഇവിടെ എഴുതാപ്പുറമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ടംപ്റ്റ് വരും എന്ന് പറഞ്ഞാൽ കണ്ടംപ്റ്റ് പ്രൊസീഡിങ്സ് ഇന്ന് നീങ്ങിക്കഴിഞ്ഞല്ലോ. സ്വാഭാവികമായി ഗവൺമെന്റ് കക്ഷിയാവുമല്ലോ. അവിടെ ഗവൺമെന്റിന്റെ വാദം അവിടെ കോടതിയിൽ ഉന്നയിക്കുമല്ലോ. ഇവിടെ സെൻകുമാറിന് DGP അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കില്ല, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഇത് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു സുപ്രീം കോടതി വിധി വരുമ്പോൾ ആ വിധിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാവിയിലുള്ള ഇംപ്ലിക്കേഷൻസ് എന്താണ്, എങ്ങനെയാണ് ഇത് ബാധിക്കാൻ വേണ്ടി പോകുന്നത്, മറ്റു കാര്യങ്ങൾ എന്താണ്, ഇതിന് ഏതൊക്കെ തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും, ഇത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് അത് ഇദ്ദേഹത്തിന് പുനർനിയമനം നൽകിയതിനു ശേഷം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ആ നിയമനം സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ചതിന് ശേഷം സുപ്രീം കോടതിയോട് തന്നെ ചോദിക്കുകയായിരുന്നില്ലേ കുറെ കൂടി മാന്യതയും നിയമപരമായ ഒരു മര്യാദയും? ഒരു മാന്യതയും മര്യാദകേടുമില്ല. സ്വാഭാവികമായി ഉള്ളൊരു നടപടിക്രമം മാത്രമാണ്, സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു നടപടിക്രമം മാത്രമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ അത് പിന്നെ ആവർത്തിച്ച് പറയാതിരിക്കുന്നത്, ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും നിങ്ങൾ വാദം ഉന്നയിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് കൊടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായി ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇംപ്ലിക്കേഷൻസ് പരിശോധിക്കാൻ ലോ സെക്രട്ടറിയോട് കൊടുക്കും. ലോ സെക്രട്ടറി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അതെല്ലാം പരിശോധിച്ചിട്ടല്ലേ ഒരു ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കാൻ പറ്റൂ. ശ്രീ P. ബിജു, ഇതിലൊരു പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ ഉത്തരവ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, തിങ്കളാഴ്ച 24-ാം തീയതി രാവിലെ 10:30 സുപ്രീം കോടതി ജൂൺ 1, 2016 ഉത്തരവ് റദ്ദാക്കിയതോടുകൂടി സംസ്ഥാനത്തൊരു പോലീസ് മേധാവി ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റ പുറപ്പെടുവിക്കുന്ന ഒരു സർക്കുലറിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പിന് നിയമപരമായ ഒരു വാല്യൂവുമില്ല, ഒരു മൂല്യവുമില്ല. അങ്ങനെ നിലനിൽക്കുന്ന ഒരു DGPക്ക് കീഴിലാണ് സംസ്ഥാനത്തെ പോലീസ് പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നിയമനം നൽകേണ്ടുന്നയാൾ പുറത്തും അർഹതയില്ലാത്തയാൾ അകത്തുമെന്ന ഒരു തത്വം ഇവിടെ നിലനിൽക്കുകയാണ്. അത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നയാൾ യോഗ്യനല്ല എന്നതാണ് സുപ്രീം കോടതി ഉത്തരവിൻ്റെ ചുരുക്കം. അത് മറന്നുപോകല്ലേ സർക്കാർ? അല്ലല്ല, അങ്ങനെയൊന്നും സുപ്രീം കോടതി വിധിയിൽ പറയുന്നില്ല. പോലീസ് തലപ്പത്തിരിക്കുന്ന ആള് അയോഗ്യനാണെന്നോ ഇല്ല. ജൂൺ 1 ഉത്തരവ് റദ്ദാക്കി എന്ന് പറഞ്ഞാൽ ലോക്നാഥ് ബെഹ്റയുടെ നിയമനം അവിടെ റദ്ദാക്കപ്പെട്ടു എന്ന് തന്നെയാണ്.
അങ്ങനെയല്ല, അതങ്ങനെ വ്യാഖ്യാനിക്കേണ്ട DGP ഇല്ലെന്ന് വ്യാഖ്യാനിക്കുക, അതെല്ലാം വ്യാഖ്യാനിക്കുകയാണ്. അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള അത് വ്യാഖ്യാനമാണോ? അതൊന്നും ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇതെല്ലാം തെറ്റായി പറയുന്നത്. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരത്തിൽ ഒന്നും അറിയില്ല, ആഭ്യന്തരം കൈയാളാനുള്ള കഴിവുമില്ല, യോഗ്യതയില്ല മുഖ്യമന്ത്രിക്ക്. കാരണം പോലീസിന് ക്രമസമാധാനം പരിപാലിക്കേണ്ട ആവശ്യമുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനം കിട്ടേണ്ട ആവശ്യമുണ്ട്. ശ്രീ ബെഹ്റയെയും പ്രതിക്കൂട്ടിലാക്കി, സെന്നിനെയും പ്രതിക്കൂട്ടിലാക്കി. ശ്രീ ബെഹ്റ ചെയ്യുന്ന ഒരു ഉത്തരവിനും സുപ്രീം കോടതിയുടെ വിധി ഇറങ്ങിയ നിമിഷം മുതൽ വിലയില്ല. പോലീസ് ഫോഴ്സിന് അദ്ദേഹത്തെ DGP എന്ന നിലയിൽ അനുസരിക്കാൻ കഴിയില്ല. ആഭ്യന്തരമന്ത്രിയായി ഇരുന്നുകൊണ്ട് മുഖ്യമന്ത്രി ചെയ്യുന്ന ഇത്തരം തെറ്റുകൾക്ക് കേരളത്തിലെ ജനം ബലിയാടാവാൻ നടക്കണ കാര്യമല്ല. ഇങ്ങനെയൊന്നും ബിജു പറയരുത്. ബിജുവിനോട് ഒരു ചോദ്യം. 25/5/2016 കേരളത്തിൽ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. 26/5/2016 ഒരു റിപ്പോർട്ട് മേടിക്കുന്നു. 27/5/2016 സെൻകുമാറിനെ മാറ്റി ഉത്തരവ് ഇറക്കുന്നു, സ്റ്റേറ്റിൻ്റെ പോലീസ് ചീഫിനെ. അപ്പോൾ എന്തൊക്കെ ഇംപ്ലിക്കേഷൻ പരിശോധിച്ചു? ആ 24 മണിക്കൂർ കൊണ്ട് ചെയ്ത കാര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു പ്രൊസീജിയറൽ ഫോർമാലിറ്റി മാത്രം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഓർഡർ പോയി 22/5/2015 സെൻകുമാറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉത്തരവ് നിലനിൽക്കുന്നു. അതിൻ്റെ പ്രൊസീജിയറൽ ഫോർമാലിറ്റി റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതിന് 24 മണിക്കൂർ കൊണ്ട് ഭരണത്തിൽ കയറി 24 മണിക്കൂർ കൊണ്ട് ചെയ്ത ഗവൺമെൻറ്റിന് 5 ദിവസം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതിനകത്ത് ദുരുദ്ദേശം ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. അതല്ല എന്ന് പറഞ്ഞിട്ട് അതാണ് ശ്രീ പി ബിജു, ഇതിൽ ഒരു ദുരുദ്ദേശം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പിടിവാശി, ഒരു ദുശാഠ്യമൊക്കെ ആരോപിക്കുന്നുണ്ട്. കാരണം സെൻകുമാറിനോട് ഈ ഗവൺമെൻറ്റിന് താല്പര്യമില്ല. അത് മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. സംസ്ഥാന ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലുമുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള ചിത്രങ്ങൾ എന്നിരിക്കെ അദ്ദേഹത്തിന് പുനർനിയമനം നൽകണമെന്ന സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് ബോധപൂർവം വൈകിപ്പിക്കുകയാണെന്ന ആക്ഷേപം ആർക്കും ഉന്നയിക്കാം. അല്ല, ഉന്നയിക്കുക. ഇപ്പൊ ലാലി വിൻസെന്റ് തന്നെ പറഞ്ഞു കേട്ടില്ലേ, ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൊണ്ടെന്ന്. ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകളല്ലേ ജനങ്ങൾ വോട്ട് ചെയ്തത്. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പൊ പോയി പുറത്തിരിക്കുന്നത്. ആ വർത്തമാനം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് മറുപടി പറയും. അതെ പ്രതിപക്ഷത്തിൽ നിങ്ങളെ മുഖ്യമന്ത്രി സുപ്രീം കോടതി പറഞ്ഞതിനാ നിങ്ങളെ കേസ് നിങ്ങൾ തന്നെ പിൻവലിക്കുന്ന ഏറ്റവും വലിയ വിമർശനം ഏറ്റുവാങ്ങിയല്ലേ ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ വക്താക്കളല്ലേ നിങ്ങളെല്ലാവരും. അപ്പൊ ആ ന്യായം ഒന്നും പറയണ്ട. ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്ത ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ജൂൺ മാസം അത്തരത്തിലൊരു തീരുമാനം ഗവൺമെന്റ് എടുത്തത്. ആ തീരുമാനത്തെ സംബന്ധിച്ചാണ് ശ്രീ സെൻകുമാർ സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി അതുമായി ബന്ധപ്പെട്ട് വിധി പറയുകയും ചെയ്തത്. ആ വിധി നടപ്പിലാക്കാനുള്ള അല്ലെങ്കിൽ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. ഇതെല്ലാം ഉണ്ട് ഗവൺമെന്റിന്. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിലപാട് സ്വീകരിക്കാൻ കഴിയൂ. ഇവിടെ കോടതി അലക്ഷ്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതിയാണ്. ജനവിരുദ്ധമാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസിന്റെ നേതാവല്ല, BJPയുടെ നേതാവല്ല. ജനങ്ങൾ വോട്ട് ചെയ്ത ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാ ശേഷിയുമുണ്ട്. ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടാണ് അന്ന് DGP മാറ്റിയത്. എനിക്ക് ഒരു കാര്യം, താങ്കൾ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ സെൻകുമാറിനെ നീക്കാൻ ചൂണ്ടിക്കാട്ടിയ കാരണങ്ങൾ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, മറ്റൊന്ന് ജിഷ കൊലക്കേസിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, ഇത് രണ്ടുമാണ്. അങ്ങനെയാണെങ്കിൽ ലോക്നാഥ് ബെഹ്റയെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ എത്രയോ സമയം മുമ്പ് മാറ്റേണ്ടിയിരുന്നു. വാളയാറിലെ സഹോദരിമാരുടെ മരണം സംബന്ധിച്ച കേസിൽ എന്ത് അട്ടിമറി നടന്നു എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി സമ്മതിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കുണ്ടറയിൽ സംഭവിച്ചു, ജിഷ്ണുവിൻ്റെ കേസിൽ സംഭവിച്ചു. സംസ്ഥാനത്ത് ഈ ഗവൺമെൻറ് വന്ന ശേഷം എത്രയോ പോലീസുകാരെ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് വീഴ്ച വന്നു എന്ന് എത്ര തവണ പോലീസിൻ്റെ കാര്യത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ട്. ഇതേ മാനദണ്ഡം സെൻകുമാറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കാണിച്ച അല്ലെങ്കിൽ സ്വീകരിച്ച പിന്തുടർന്ന മാനദണ്ഡം ലോക്നാഥ് ബെഹ്റയുടെ കാര്യത്തിൽ കാണിച്ചിരുന്നുവെങ്കിൽ ബെഹ്റ എപ്പോഴേ പടിക്ക് പുറത്താകുമായിരുന്നു. അതൊക്കെ വിജയകുമാറിന്റെ വാദമാണ്. ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾക്ക് DGP ഇല്ലാത്തത്. ഭാഗമായിട്ടാണ് ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അന്ന് സെൻകുമാറിനെ മാറ്റി. ഞാൻ പറഞ്ഞല്ലോ, സീനിയോറിറ്റി മറന്നുകൊണ്ട് തന്നെയാണ് സെൻകുമാറിനെ DGP നിയമിച്ചത്. അതിനൊക്കെ ഗവൺമെന്റിന് അവകാശമുണ്ട്. ആ അവകാശം അന്ന് നിലനിന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു തീരുമാനം എടുത്തത്. ആ തീരുമാനത്തെ സംബന്ധിച്ചാണ് ഇപ്പൊ സുപ്രീം കോടതി. അല്ല, ഇപ്പോഴും ബെഹ്റയെക്കാട്ടിൽ സീനിയോറിറ്റി ഉള്ളവർ, സീനിയറായ ആളുകൾ ഈ പദവിയിൽ ഇല്ലല്ലോ, പുറത്തു നിൽക്കുന്നുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്. അതാണ് അത് എല്ലാ ഗവൺമെന്റിന്റെ കാലത്തും നടന്നിട്ടുണ്ട്.
ഗവൺമെന്റ് ജനങ്ങളുടെ താല്പര്യമല്ലേ ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ കോൺഗ്രസ്സുകാർ വന്നിരുന്ന ഒരു ചാനലിൽ പറഞ്ഞ തീരുമാനം മാറ്റുമോ? അല്ലെ ബിജെപിയുടെ ഒരു നേതാവ് ഒരു ചാനലിൽ വന്നിരുന്ന ആ പ്രശ്നമല്ലേ നീക്കം ചെയ്യുന്നതും തീരുമാനം മാറ്റുമോ ഒരു ഗവൺമെന്റിനെ ഇതിനെ സംബന്ധിച്ച് നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. ഒരു സുപ്രീം കോടതി വിധി എങ്ങനെ നടപ്പിലാക്കണമെന്ന് സംബന്ധിച്ച് ഗവൺമെന്റ് ധാരണ ഉണ്ടാവും. ആ ധാരണ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അത് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുന്നത്? ബിജു, അപ്പോയിന്റ് ചെയ്യുന്നതിന് പാനലിൽ നിന്നും അപ്പോയിന്റ് ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷൻ ഗവൺമെന്റിനുണ്ട്. എന്നാൽ നീക്കം ചെയ്യുന്നത് 2 വർഷത്തിനകം ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റിനില്ല. ഇവിടെ സുപ്രീം കോടതി ഫൈൻഡ് ചെയ്യുന്നത് ജനങ്ങൾക്ക് പോലീസ് അഡ്മിനിസ്ട്രേഷനിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന കണ്ടെത്തൽ തെറ്റാണെന്നാണ് ഫൈൻഡ് ചെയ്തത്. അതിന് അടിസ്ഥാനമില്ലെന്നാണ് ഫൈൻഡ് ചെയ്തത്. ഇനി അതുകൊണ്ട് മാറ്റി എന്നുള്ള വാദത്തിന് കഴമ്പില്ല. ഇനി അതില്ല എന്ന് കണ്ടെത്തിയ സുപ്രീം കോടതി വിധി എന്തുകൊണ്ട് പാലിച്ചില്ല എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നത്. അതിന് കണ്ടംപ്റ്റ് ഉണ്ടോന്നല്ല, സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ തടസ്സത്തിലായിരിക്കുന്നു. ജനങ്ങളുടെ മാൻഡേറ്റ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് ഉപദേശം നൽകുന്നതിന് ഓരോ തരത്തിലും ആളുകളുണ്ട്. അവർ ഉപദേശിക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് എന്ത് വേണം, ക്യാബിനറ്റ് എന്ത് വേണമെന്നുള്ളതല്ല, മുഖ്യമന്ത്രിക്ക് എന്താണ് നല്ലത്, ഗവൺമെൻറ് എന്താണ് നല്ലത് എന്നുള്ളതാണ്. അത്ര ഉപദേശം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ ഉപദേശം കൊടുത്താൽ 24 മണിക്കൂറിനകം റീഇൻസ്റ്റേറ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ എന്ത് ആക്ഷൻ അവർക്ക് ചെയ്യാം. അത് ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ അത് റൂൾ ഓഫ് ലോയിനും ഈ സ്റ്റേറ്റിൻ്റെ ഭരണഘടനാപരമായ അഡ്മിനിസ്ട്രേഷൻ്റെ എല്ലാ പ്രൊവിഷൻസിനും വിരുദ്ധമായിട്ടുള്ള ആക്ഷൻസ് ആണ് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അഡ്വൈസ് ചെയ്യണം പോസിറ്റീവായിട്ട്. മാത്രമല്ല, റൂൾസ് ഓഫ് ബിസിനസ്സിൽ വളരെ കൃത്യമായി പറയുന്ന കാര്യങ്ങളുണ്ട്. അത് പാലിച്ചേ പറ്റുള്ളൂ. ഇതെന്തായി പറയുന്നത്? ഇനിയൊരു നിയമോപദേശം സുപ്രീം കോടതിയിൽ ചെന്ന് നിയമോപദേശത്തിന് വേണ്ടി സമയം വൈകി എന്ന് പറയുമോ? മനസാക്ഷി കോടതി പറഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ. എന്താണ് കോടതി വിധി വന്നപ്പോൾ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ പറഞ്ഞോളാന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അതൊന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ സുപ്രീം കോടതി. അപ്പോൾ ഇവിടെ മനസാക്ഷിയുടെ കോടതിയല്ല, ഇത് സുപ്രീം കോടതി പറഞ്ഞതാണ്. സുപ്രീം കോടതി പറഞ്ഞതിന് മേലെ ഇനി എന്ത് നിയമോപദേശമാണ് വേണ്ടത്? ഹൈക്കോടതി വിധി പറഞ്ഞപ്പോൾ ആരുടെ നിയമോപദേശം വേണം? ലോ സെക്രട്ടറി ഉണ്ട്, ലോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, മുഖ്യമന്ത്രിയെ അഡ്വൈസ് ചെയ്യാൻ 12-ൽ പരം ആളുകളുണ്ട്. ഇവിടെ കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും ഒക്കെ മുഖ്യമന്ത്രിമാരായപ്പോൾ 1 ഡസൻ ഉപദേഷ്ടാക്കളെയും കൊണ്ട് നടന്നിട്ടില്ല. ഇ കെ നായനാരും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഉപദേഷ്ടാക്കളുടെ ഒരു നിര തന്നെയുണ്ട്. ഉപദേഷ്ടാക്കളെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ. എന്നിട്ടും ഒരു ഉപദേശവും കിട്ടുന്നില്ല. സുപ്രീം കോടതി ഇന്റർപ്രിറ്റ് ചെയ്ത നിയമത്തെക്കാൾ വലിയ നിയമം ഉപദേശിക്കാൻ പറ്റിയ ആളാരാ? അതൊന്ന് ബിജു പറഞ്ഞേ. അല്ല, സുപ്രീം കോടതിയെ കേസ് സുപ്രീം കോടതി പറയാത്ത കാര്യങ്ങൾ എന്തിനാ പറയുന്നത്? സുപ്രീം കോടതിയുടെ മുമ്പിൽ ഗവൺമെന്റ് ഈ വാദമൊക്കെ പറയുമല്ലോ. ഗവൺമെന്റ് എന്തുകൊണ്ടാണ് കാലതാമസം ഉണ്ടാക്കി എന്നുള്ള കാര്യം ഗവൺമെന്റ് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുമല്ലോ. ആ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലല്ലേ അപ്പൊ കണ്ടംപ്റ്റ് വരൂ. അത് ബോധ്യപ്പെടുത്തുമല്ലോ. അപ്പൊ കണ്ടംപ്റ്റ് വരുമ്പോഴല്ലേ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ല ശ്രീ ബിജു, അതല്ല പ്രശ്നം. ഇവിടെ ഒരു ഉദ്യോഗസ്ഥന് പുനർനിയമനം നൽകണമെന്ന് കോടതി പറഞ്ഞ ഉത്തരവ് സർക്കാരിന്റെ പക്കൽ ലഭിച്ചു കഴിഞ്ഞിട്ടും കണ്ടംപ്റ്റിന് കോടതിയിൽ അപേക്ഷ നൽകുന്നെങ്കിൽ ഇനിയിപ്പോൾ അവിടെ ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറയുന്നത് അതൊരു മര്യാദയാണോ? അങ്ങനെയാണോ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്? ടൈം പോലും എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. 5 ദിവസം തന്നെ കൂടിപ്പോയി എന്നുള്ളത് നിങ്ങളുടെ വാദം മാത്രമാണ്. അല്ല ശ്രീ, സാങ്കേതികമായി വലിയ പ്രശ്നങ്ങളില്ലേ? ഈ ഉത്തരവ് ഉടൻ നടപ്പാക്കുക എന്നതാണല്ലോ. കാരണം ഒരു ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് റദ്ദാക്കി എന്ന് പറഞ്ഞാൽ വേറൊരു ഉത്തരവ് പുതുതായിട്ട് വന്നിട്ടില്ലെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുക എന്നതല്ലേ? ഞാൻ അതിനെ അങ്ങനെയല്ല മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിറ്റേ ദിവസം രാവിലെ വിധി നിയമനം കൊടുക്കണമെന്നൊന്നും കോടതി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. റീസണബിൾ ആയിട്ടുള്ള ടൈം. പക്ഷേ നിയമനത്തിന് ആവശ്യത്തിന് സമയം എടുത്തോ എന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ ഉത്തരവിൽ ഒരിടത്തും. അല്ല, റീസണബിൾ ആയിട്ടുള്ള അതല്ലേ ഞാൻ പറഞ്ഞത്. ഇഷ്ടംപോലെ സമയം എടുക്കുമെന്നല്ലോ പറഞ്ഞത്. ഈ റീസണബിൾ എന്ന് പറയുന്നത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. വേണമെങ്കിൽ ഈ സർക്കാരിന് പറയാം 2 മാസം റീസണബിൾ ടൈം ആണെന്ന്. തെറ്റാണ്. ലോ സെക്രട്ടറിയോട് ചോദിച്ചിട്ടുണ്ട്. ലോ സെക്രട്ടറി പറഞ്ഞല്ലോ അത് റിവ്യൂ കൊടുക്കേണ്ടതില്ല, ഉടൻ നിയമനം നൽകണം. ഇക്കാര്യത്തിൽ വേണമെങ്കിൽ സർക്കാരിന് AGയോടോ മറ്റേതെങ്കിലും അഭിഭാഷകനോടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവരോട് ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ട് നിയമനം നൽകിയാൽ മതിയെന്ന് ലോ സെക്രട്ടറി എഴുതിയിട്ടില്ല ശ്രീ പി ബിജു. അല്ല, അങ്ങനെയല്ല. അവരെ ഒപ്പീനിയൻ എടുക്കണമെന്നാണ് ലോ സെക്രട്ടറി എഴുതിയിരിക്കുന്നത്. അവരെ ഒപ്പീനിയൻ എടുക്കണം എന്നാണ് ലോ സെക്രട്ടറി. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരി, ഞാൻ അങ്ങനെയല്ല മനസ്സിലാക്കി. എന്തായാലും അതവിടെ നിൽക്കട്ടെ, ഞാൻ വരാം. ശ്രീ വി രാജേഷ്, ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം. ഈ ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ പാളയത്തിലൊന്നുമല്ല, അവിടുന്നൊക്കെ പോയി ഇപ്പോൾ BJPയുടെ കൂടെയാണ് എന്ന് ഓർത്താൽ നന്ന് എന്ന് ഉമ്മൻചാണ്ടിയോടും രമേശ് ചെന്നിത്തലയോടും നിയമസഭയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അല്ലെങ്കിൽ രാജഗോപാൽ അത് കേട്ടിട്ട് BJPയോട് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഈ ഉദ്യോഗസ്ഥന് BJP രാഷ്ട്രീയ പിന്തുണ നൽകിയിരുന്നോ? നിയമ പോരാട്ടത്തിലോ അല്ലാതെ ഇദ്ദേഹം പുറത്തു നിന്ന ഘട്ടത്തിലോ എപ്പോഴെങ്കിലും?
സെൻകുമാറിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥന് ആരുടെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കാര്യങ്ങൾ വിശകലനം ചെയ്യുവാനുമുള്ള ബന്ധമുണ്ട്, അദ്ദേഹത്തിനുള്ള കഴിവുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു പണവും കൊടുക്കാതെയാണ് ദുഷ്യന്ത് ദവെ പോലുള്ള ലക്ഷക്കണക്കിന് രൂപ സിറ്റിംഗ് ഫീസ് വാങ്ങുന്ന അഭിഭാഷകന്മാർ ഹാജരായത്. അതിലൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൂടെ ഉണ്ട്. ഇന്ത്യയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടിയുള്ള ഒരു വിധിയാണ്. ആ ഒരു വശം കൂടെ അതിലുണ്ടായിരിക്കാം. അദ്ദേഹത്തിന് അതിനുള്ള ശേഷിയുണ്ട്. പക്ഷേ ഞങ്ങളുടെ ധാർമ്മിക പിന്തുണയുണ്ട്. ഞങ്ങൾ നേരിട്ടോ അദ്ദേഹവുമായി സംസാരിച്ചിട്ടോ ഒന്നുമല്ല, അതിൻ്റെ ആവശ്യമില്ല, അദ്ദേഹം തയ്യാറാവുകയില്ല, ഞങ്ങൾക്കും അതിൻ്റെ ആവശ്യമില്ല. ശ്രീരാം വെങ്കട്ടരാമനും അതോടൊപ്പം തന്നെ സെൻകുമാറിനെയും പോലുള്ള സത്യസന്ധരായിട്ടുള്ള നേരായ കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ഞങ്ങളുടേതായ ധാർമ്മിക പിന്തുണയുണ്ട്. ഞാൻ വേറൊരു കാര്യത്തിൽ ശ്രീ പിണറായി വിജയനെയും എം മണിയൊക്കെ സമ്മതിക്കുകയാണ്. കേരള സമൂഹത്തിന് മുൻപാകെ ഭയമില്ലാതെ അവരവരുടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ RSS ശിക്ഷണം ലഭിച്ചവരാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നത് ഞങ്ങളുടെ സംഘടന ശരിയുടെ ഭാഗത്താണ് എന്നുള്ളത് ഒരു അംഗീകരിക്കലാണ്. ശ്രീറാം വെങ്കട്ടരാമൻ RSSകാരനാണ്. സെൻകുമാർ കോൺഗ്രസിന്റെ പാളയത്തിലല്ല, BJPയുടെ പാളയത്തിലാണ്. സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു സെൻകുമാറാണ് ശരി. ബിജു ഒക്കെ പറയും പോലെ മാർക്സാണ് ശരി എന്ന് അവർ പറയുന്നത് പോലെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു സെൻകുമാറാണ് ശരി. ആ സെൻകുമാർ BJPയുടെ പക്ഷത്താണെന്ന് കേരള മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറയുമ്പോഴേക്കും ഞങ്ങളാണ് ശരിയുടെ പക്ഷത്ത്. വളരെ വലിയൊരു ജനങ്ങൾക്ക് ഞങ്ങൾ 10-15 വർഷം പ്രവർത്തിച്ചാൽ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു മെസ്സേജ് CPM-കാരനായ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് മേൽ ചാർത്തി തരുമ്പോൾ ഞങ്ങളത് സന്തോഷവാന്മാരാണ്. എം മണി പറയുന്നു എല്ലാം നിയമപരമായിട്ട് ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കിയ ശ്രീരാം വെങ്കട്ടരാമനെ പോലെ റാങ്ക് വാങ്ങി വന്ന ഉദ്യോഗസ്ഥൻ RSS പശ്ചാത്തലമുള്ളയാളാണ്. ഞങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ല അദ്ദേഹത്തെ RSSമാരോ BJPയോ ഒരു ബന്ധമുള്ളതായി കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന് കിട്ടിയിരിക്കുന്ന വിദ്യാഭ്യാസം, രാഷ്ട്രീയ വിദ്യാഭ്യാസം RSSും BJPയും കൊടുക്കുന്നത് പോലെയാണെന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർ ശ്രീരാം വെങ്കട്ടരാമൻ ചെയ്ത തൻ്റെ ഇടത്തിനും നിയമപരമായ പോരാട്ടത്തിനും പിന്തുണ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അവിടെ പ്ലസ്സാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ ചെന്നെത്തിപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി, അതിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബിജുവിനോട് എനിക്ക് പറയാനുള്ള, അങ്ങാടി തോട്ടത്തിന് ബിജു അമ്മയുടെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല. പിണറായിയുടെ ശിഷ്യന്മാരായതുകൊണ്ട് ഈ ഭാഷയിലൊക്കെ സംസാരിക്കും. ഞാൻ ബിജുവിൻ്റെ ഒന്ന് ചോദിച്ചോട്ടെ. ബിജു പറയുന്നു ഈ ഉത്തരവിനെ വ്യാഖ്യാനിക്കുന്നതാണ്. ഞങ്ങളാരും വ്യാഖ്യാനിക്കുന്നതല്ല. സുപ്രീം കോടതിയുടെ ആ ഉത്തരവിൻ പ്രകാരം ബെഹ്റ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഇന്ന് DGP അല്ല. മറ്റൊന്ന് LDF ഇപ്പോൾ പറയുന്നത് എന്താ, സർട്ടിഫൈഡ് കോപ്പി. ഞാൻ മറ്റൊരു ചാനലിൽ ഇപ്പോൾ ചർച്ച കേട്ടു. ഭാസുരേന്ദ്ര ബാബു അതിൽ പറയുന്നു സർട്ടിഫൈഡ് കോപ്പി കിട്ടിയിട്ട് ഇന്ന് ബുധനാഴ്ചയാണ് കിട്ടിയത്. എൻ്റെ ബിജു, ഇതൊക്കെ മജിസ്ട്രേറ്റ് കോടതിയിൽ പറയുന്ന മുട്ടാപ്പോക്ക് ന്യായങ്ങൾ മാത്രമാണ്. സാക്ഷി പറയാൻ വന്നപ്പോഴേക്കും സൈക്കിളിൻ്റെ വീലിലെ കാറ്റ് പോയി, അല്ലെങ്കിൽ പോലീസുകാരൻ കൈയാണിച്ചെത്തി, അല്ലെങ്കിൽ മഴ വന്ന് കടവരാന്തേ കയറിയെന്ന് അതുകൊണ്ട് വരാൻ താമസിച്ചു എന്ന് പറഞ്ഞ് ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് പോലെയുള്ള ന്യായങ്ങളാണ്. കാലം പുരോഗമിച്ചു പോയി. പിണറായി വിജയൻ ലോക്കൽ സെക്രട്ടറി ആയിരുന്നപ്പോഴുള്ള കാലഘട്ടമല്ല. സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ വിത്തിൻ സെക്കൻഡ്സ് അത് അപ്ലോഡ് ചെയ്തു. ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴേക്കും റിപ്പോർട്ടർ ചാനലിൻ്റെ ബാലഗോപാൽ, നിങ്ങളുടെ സുപ്രീം കോടതിയിലെ റിപ്പോർട്ടർ ബാലഗോപാൽ പഠിച്ച് വിശകലനം ചെയ്ത് വളരെ വസ്തുനിഷ്ഠമായിട്ട് പല കേസുകളും സൈറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതിലിട്ടു. ഇന്ത്യ മുഴുവനുള്ള പ്രമുഖരായ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ അവരവരുടെ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രാദേശിക ചാനലുകൾക്ക് ഈ വാർത്ത കൊടുത്തു കഴിഞ്ഞ്, എന്നിട്ടും പിണറായി വിജയൻ സർട്ടിഫൈഡ് കോപ്പിയും വാങ്ങി ഒരാൾ ട്രെയിനിൽ കയറി ഡൽഹിയിൽ നിന്നും 3 ദിവസം യാത്ര ചെയ്ത് AK സെന്ററിൽ കൊണ്ട് എത്തി, ഇന്നലെ രാത്രി എത്തിയതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇത് 16ാം നൂറ്റാണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ കെട്ടിപ്പടുത്തപ്പോൾ ഉള്ള ചിന്താഗതിയാണ്. അതും വച്ചുകൊണ്ട് ചെന്നാൽ ഞാൻ ആലോചിക്കുക, ഈ ഇദ്ദേഹത്തിൻ്റെ നളിനി നെറ്റോയ്ക്കെതിരായി ഫയൽ ചെയ്ത സെൻകുമാർ ഫയൽ ചെയ്ത കേസ് സുപ്രീം കോടതിയിൽ മുമ്പാകെ വരുന്നതിൻ്റെ അന്ന് രാത്രിയുള്ള ചർച്ചയ്ക്കും ബിജു തന്നെ വരണം. എന്തായാലും നീണ്ട 10-30 വർഷത്തെ സേവനത്തിന് ശേഷം നളിനി നെറ്റോയെ ജയിലിൽ, ഞാനിപ്പോൾ അത് പറയുന്നില്ല, നളിനി നെറ്റോയുടെ സർവീസിന്റെ അവസാന കാലാവധി പിണറായി വിജയന്റെ മർക്കട മുഷ്ടിയിൽ ചുരുണ്ടുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. പരിഹാസപാത്രമാക്കി മാറ്റി അദ്ദേഹത്തെ. അസഹിഷ്ണുത എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത്? അവിടെ ശ്രീ സെൻകുമാർ സുപ്രീം കോടതിയിൽ ഒരു വക്കീലിനെ വെച്ചിട്ടുണ്ടല്ലോ. അവരിന്നൊരു അഫിഡവിറ്റ് ഗവൺമെന്റിനെതിരെ ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ കോടതി അലക്ഷ്യം വെച്ചിട്ട്. ഈ കാര്യങ്ങളെല്ലാം കോടതിയിൽ ഗവൺമെന്റിനെ കക്ഷിയാക്കുമല്ലോ. ഗവൺമെന്റ് അവിടെ ബോധ്യപ്പെടുത്തില്ലേ? ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താനുള്ള ഗവൺമെന്റ് എന്തുകൊണ്ട് കാലതാമസം വരുത്തി? ഇവിടെ ഭരണഘടന പ്രതിസന്ധി നിൽക്കുകയാണ്. ഇവിടെ ഒരു DGP ഇല്ല. ഇത്തരം രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ BJP അവരുടെ കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് IPS ഓഫീസർമാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിച്ചാൽ അതിന് രാഷ്ട്രീയമായി നേരിടാനുള്ള ശക്തിയൊക്കെ കേരളത്തിലെ CPM-നും ഗവൺമെന്റിനും ഒക്കെ ഉണ്ട്. അതാണ് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് നേരിട്ടുള്ളത്. ഇവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ഇഷ്യൂവിൽ അന്ന് പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടികൾ സ്വാഭാവികമായി
സ്വാഭാവികമായിട്ടുള്ള നടപടികളാണ്. ആ സ്വാഭാവികമായിട്ടുള്ള നടപടികളുടെ അപ്പുറത്തേക്ക് ഗവൺമെന്റ് പോയിട്ടില്ല. ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല ഞങ്ങൾ സുപ്രീം കോടതി വിധി നടപ്പിലാക്കില്ല, സുപ്രീം കോടതി വിധി നടപ്പിലാക്കുമെന്ന് അന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. അന്ന് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടും ആ ഉത്തരവിന്മേൽ നടപടികൾ ഉണ്ടായിട്ടില്ല. ശ്രീ പി ബിജു, ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടില്ല, നിയമോപദേശത്തിനായി വീണ്ടും കാത്തിരിക്കുന്നു. ഉണ്ടായിട്ടുണ്ട്, ലോ സെക്രട്ടറിയോട് ചോദിച്ചിട്ടുണ്ട്. ലോ സെക്രട്ടറി സാധാരണ ഒരു ക്രമം മാത്രമാണ്. ലോ സെക്രട്ടറി ഇതിനകത്ത് ഒപ്പീനിയൻ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒപ്പീനിയൻ ചോദിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയും. കാരണം അതിനകത്ത് ഇംപ്ലിക്കേഷൻസ് വരില്ലേ? അല്ല, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സംസ്ഥാനത്ത് ഒരു പോലീസ് മേധാവി ഫലത്തിൽ നിയമപരമായി നോക്കിയാൽ ഇല്ലാത്തൊരു അവസ്ഥയുണ്ട് എന്നത് അങ്ങേയറ്റം സങ്കീർണമാണ് സാഹചര്യം. അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപം അല്ലല്ല, അത് നിയമപരമാണ് ശ്രീ പി ബിജു, നിയമപരമാണ്. താങ്കൾക്ക് ഒരു പക്ഷേ ഉത്തരവ് വായിച്ചു നോക്കിയാൽ അറിയാം. സുപ്രീം കോടതി പറയുമല്ലോ, പറയാത്ത കാര്യം എങ്ങനെയാണ് നിയമപരമായിട്ട് അല്ല പറയുന്നത്? ബിജു, നാളെ മരുഭൂമിയിൽ കൂടി ഞാൻ ബോട്ട് ഓടിക്കുമെന്ന് പറയുന്നത് പോലെയാണ് സുപ്രീം കോടതി ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറയുന്നത്. ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നുമില്ല. സുപ്രീം കോടതി ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞു, അത് റദ്ദാക്കപ്പെട്ടു. ഇനി അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ഫോർമാലിറ്റി, ട്രാൻസ്ഫർ ഓർഡർ സ്റ്റേ ചെയ്താൽ ട്രാൻസ്ഫർ ചെയ്തയാളെ റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മറ്റുത്തരവുകൾ പോലെയല്ല, അത് ഫോർത്ത് വിത്ത് ചെയ്യേണ്ടതാ. ഗവൺമെന്റ് കണ്ടംപ്റ്റ് പ്രൊസീഡിംഗ്സ് നേരിടേണ്ടി വരില്ലേ? ഉറപ്പാണ്, തീർച്ചയായിട്ടും. സുപ്രീം കോടതിയല്ലേ, നിങ്ങൾ എന്തിനാണ് മുൻകൂട്ടി വന്നിരുന്നത്? അതല്ല സംസ്ഥാനത്ത് ഒരു പോലീസ് മേധാവി ഇല്ല എന്നതാണ് നമ്മളുടെ ആശങ്ക. അത് മാത്രമാണ് ആശങ്ക. ഞങ്ങളുടെ അവകാശമാണ് ബിജു. സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ പ്രതികരിക്കേണ്ടത് ഞങ്ങളുടെ അവകാശമാണ് ബിജു. അല്ല, എന്താ ബിജു അങ്ങനെ പറയുന്നത്? സാധിക്കില്ല. അത് ശരിയല്ലല്ലോ ബിജു അങ്ങനെ പറയുന്നത്. നമുക്ക് പ്രതികരിക്കാൻ അവകാശമില്ലേ? ചർച്ച ചെയ്യാൻ അവകാശമില്ലേ? പോലീസ് ഫോഴ്സിനെ നിയന്ത്രിക്കേണ്ട DGP സംസ്ഥാനത്തില്ല. ആഭ്യന്തരമന്ത്രി മിണ്ടാതിരിക്കുന്നു, ആഭ്യന്തരമന്ത്രി വൈരാഗ്യം തീർക്കുന്നു. ഞങ്ങൾക്ക് എതിർക്കണ്ടേ? ഒരു വൈരാഗ്യത്തിന്റെ പ്രശ്നമില്ല. അപ്പോ തന്നെ കോടതി വിധി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതേ ഉള്ളൂ, നടപ്പിലായിട്ടില്ല. സമീപനം സ്വീകരിക്കട്ടെ. എഡിറ്റേഴ്സ് അവസാനിക്കുന്നു. നമസ്കാരം.